കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. നല്ലതാന്നേ. ടെലിവിഷൻ മാധ്യമ രംഗങ്ങൾ ചർച്ചയാകുന്ന ഈ കാലത്ത് ഇത് നല്ലതാ. ആർക്കെങ്കിലും ടെലിവിഷൻ ഇല്ലെങ്കിൽ സഹോദരി പോയിട്ട് ഇങ്ങനെ നിൽക്കും സഹായിക്കാൻ. അപ്പോൾ കയ്യിലുള്ള റിമോട്ട് എടുത്താൽ മതി ചാനൽ മാറ്റാൻ. ഇവിടെ ഇടിനുറപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അത് എടുക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാം പൊട്ടി വീണ് വല്ലാത്തിയാവും. ഇനി നിങ്ങളുടെ വീട്ടിലെ പോലെ ഗ്രെയിൻസ് ഉണ്ട് ടി വിക്ക്, മണ്ടേമ കൊട്ടാനും വയറ് കുത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പിന്നിലൊന്നും പോയി നോക്കല്ലേ കേട്ടോ. സത്യമായിട്ടും വല്ലാത്തിയാവും. ഇതേതാ പുതിയ ഒരുത്തൻ? അണ്ണന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ഈ നാട്ടിൽ ആദ്യത്തെ ആള് സാറേ കൊല്ലട്ടെ. പിന്നെയും എന്റെ ഫീഡിലേക്ക് കോണകസ്വാമിയുടെ വീഡിയോസ് തന്നെ വരുന്നു. എന്ത് കഷ്ടം നോക്കി. ആ പശുമ്പോ മര്യാദക്ക് പോവല്ലേ, അതിന് പിടിച്ചടങ്ങേറാക്ക. അതിനെങ്ങാനും ദേഷ്യം വന്നാല് അതൊരു കുത്തിയാ തടുക്കാനാ കോണകം മാത്രമേ ഉള്ളൂ കേട്ടോ. അവസാനം ചുക്കാമണി പോയിട്ട് അയ്യോ എന്റെ ചുക്കാമണി പോയേ പറയാൻ നിൽക്കരുത്. അപ്പൊ നാട്ടുകാര് പറയും വല്ലാത്തിയാതീന്ന് അല്ലേ. പിന്നെ വേറെ കാണിക്കരുത്. കല്യാണം കഴിക്കാൻ പോകുന്നവരോട് ഫ്രീ അഡ്വൈസ് ആണ്. വെഡ്ഡിങ് വീഡിയോഗ്രാഫർമാർ പറയും, പലതും പറയും പൊക്കിയെടുത്ത് മേലോട്ട് കൊണ്ടുപോകാനൊക്കെ. പക്ഷെ നമ്മളെ കൊണ്ട് പെട്ടെന്ന് ചെയ്താൽ മതി. നോക്കിയേ വല്ലാത്തിയാതയില്ലേ. ഇപ്പോൾ അല്ലെ ചുറ്റുള്ള നാട്ടുകാർ ചോദിക്കും 5-ാം വയസ്സിൽ കുത്തിവെപ്പെടുത്തിയില്ലെന്ന്. അപ്പൊ നമ്മള് വല്ലാത്തിയാതിയാവും. ഒന്നും നോക്കണ്ട, ചത്ത പച്ച. ഫ്രണ്ട്സിലിങ്ങനെ കുണ്ടീന്നൊക്കെ വിളിക്കും. എന്താണ് കുണ്ടീന്നൊക്കെ ഇങ്ങനെ വെറുതെ. കുണ്ടിയോ? നല്ല പേര്. അല്ല അതങ്ങനെ ലിറ്ററലി മീൻ ചെയ്തിട്ട് വിളിക്കുന്നത്. അല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ പേര് വന്ന്? കിണ്ടിന്ന് കേട്ടുണ്ട്. സ്നേഹത്തോടെ വിളിക്കുന്നതാണോ കുണ്ടിന്ന്? ഇങ്ങനെ വളരെ ചുറ്റുന്നൊക്കെ വിളിക്കത്തില്ല, അതുപോലെ ലിറ്ററലി വിളിക്കണല്ല, നമ്മുടെ ചുറ്റുടൂന്നൊക്കെ വിളിക്കൂലേ, അതേപോലെ കുണ്ടി. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി. ഇതൊക്കെ സ്വർണ്ണമാണ്. സ്വർണം തന്നെ. ഈ ഇപ്പോഴത്തെ കാലം അറിയാലോ അല്ലേ? ഓ ഇപ്പോഴത്തെ കാലമൊക്കെ അറിയാം, എല്ലാം സ്വർണം തന്നെ. ഈ കള്ളന്മാരിറങ്ങി നടക്കുകയാണ്. ആ കള്ളന്മാര് പോകാൻ പറ, അതൊക്കെ നമ്മൾ നോക്കിയെന്ന് നടക്കണം. കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നടക്കുന്നത്. സ്വർണ്ണത്തിന് ഭയങ്കര വില, 1,14,000 രൂപയാണ് ഇന്ന്. ചോദിച്ചാൽ മതി എന്നെ പറ്റി. അല്ല, ഈ കള്ളന്മാര് പിടിച്ചോടിച്ചോണ്ട് പോകില്ലെന്ന് ഞാൻ ചോദിച്ചാ. അത് നിങ്ങളാരും പിടിച്ചോണ്ട് പോണില്ലല്ലോ, കള്ളന്മാരല്ലേ. നിങ്ങളാരും പിടിച്ചോടിച്ചോണ്ട് പോണില്ലല്ലോ, കള്ളന്മാരല്ലേ. അതിന് സ്വർണ്ണം ഉറപ്പല്ലേ. അവസാനം വിൽക്കാൻ ചെല്ലുമ്പോ മുക്കോണ്ടെന്ന് പറഞ്ഞാൽ എന്നെ പോലീസ് പിടിക്കും കേട്ടോ. എന്തായാലും ഞാൻ ഉറപ്പിന് വേണ്ടിട്ട് ജോസാലിക്കാശിൽ പോയിട്ടൊന്ന് ചോദിച്ചിട്ട് വരാം, അല്ലേ വല്ലാത്തിയാതിയല്ല. നിർത്തി അവമാനിക്കുവാണെന്ന്. ഇത് ഏത് ദിവസം എനിക്കറിയില്ല, ശരി ഞാനൊന്നും എനിക്കറിയത്തില്ല. തിങ്കളാ അത്രയും നമ്മള് തിരക്കിൽ ഓരോന്ന്. ദൈവസത്യം അല്ല, തിരക്കിന്റെ കാര്യമല്ല, എനിക്കറിയത്തില്ല തിങ്കളാഴ്ച ചൊവ്വ എനിക്കറിയില്ല. ഈ ഡേറ്റ് ഇപ്പം കരിഷ്മ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് വെക്കുന്നതുകൊണ്ട് ഡേറ്റ് അറിയാം. 26, 26 ഇപ്പം മറ്റന്നാള് കോഴിക്കോട് ഇനോഗ്രേഷൻ, 28 അങ്ങനെ അറിയാം. 7 ആഴ്ച അറിയാലോ, 7 ദിവസം അതൊക്കെ എനിക്കറിയാം. 7 8 അല്ല 8. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, വിവരമില്ലായ്മ ഒരു തെറ്റല്ല. പക്ഷെ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെടാപ്പാട് ഓടുമ്പോ നിങ്ങതിരെ കളിയാക്കല്ലേ, വല്ലാത്തിയാതില്ലേ. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ ഇതെങ്ങനെ മുകളിൽ കയറി? ഇതാണ് പറയുന്നത്, കണ്ടങ്ങിയിരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. ഇതേത് ഈ സൊട്ടസ്വാമി മണിയൊക്കെ അടിക്കണ്ടല്ല, ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ട്, ഗ്ലൗസും സാരിയൊക്കെ ഇട്ടുണ്ട്. അത് ശുചിത്വ മിഷന്റെ ഭാഗമായിട്ടല്ലേ, ശുചിത്വം വേണം. എന്താ പരിപാടി? സമാധിയായ എന്തെങ്കിലൊക്കെ ഉണ്ട്, അനങ്ങളില്ലല്ലോ. പല്ലേക്കാണോ ഗ്ലൗസ് ഇട്ടിട്ട്? അയ്യേ, പുള്ളി എന്തോ കുസുകുസെന്ന് പറയുന്നുണ്ടല്ലോ. ആ വായിച്ചിടുന്നു, കണ്ട എന്തോ പിശുണ്ട്. കറങ്ങണ്ട് കേറിയുണ്ട്. അമ്മ ഓഫായി, ദൈവത്തിന്റെ ചാർജ് കഴിഞ്ഞ് ഓഫായി. വല്ലാത്ത ദൈവം തന്നെ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ.
കൂട്ടുകാരെ കല്യാണത്തിന് ഒരു ലോഡ് സിന്ദൂര തലയിൽ കൂടെ വിതറാണ് കേട്ടോ. മുളക് പൊടിയാണ് ഇത്, ലോഡാ വിതറിയ. അയ്യേ എന്തിനാ അവിടത്തേക്കണേ? ഓ കിട്ടിയത് ആപ്പില് ചുക്കാമണീനെ അനുഗ്രഹിച്ചു അല്ലേ? എല്ലാത്തിനും അത് തന്നെ. എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. കൂട്ടുകാരെ +2 കഴിക്കാൻ വേണ്ടി മാഷിൻ്റെ അടുത്ത് ട്യൂഷൻ പോയാട്ടോ. അപ്പോൾ കുറേ ഫീസ് അടക്കാൻ ട്യൂഷൻ്റെ. അങ്ങനെ ഫീസ് പെൻഡിങ് ആയപ്പോൾ മാഷ് ചോദിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ കുഞ്ഞുമോള് പറഞ്ഞ് മാഷിനെ കല്യാണം കഴിച്ചോളാം. മിടുക്കി. കുറച്ച് മൂപ്പുണ്ടെങ്കിലും വിദ്യാസമ്പന്നനായ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? ഇനി +2 ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ എന്താ? എല്ലാത്തിനും തന്നെ. അറിയാമോ ഈ നാട്ടിൽ മത്തായച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. എന്താ ഇവിടെ കരിക്കിന്റെ വില പറഞ്ഞതാ. മത്തായച്ചിനെ ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ. തേങ്ങ കൊലയാ. പൈസ മാണ്ട മുതലാളി നാട്ടിൽ തന്നില്ലേ? പൈസ വേണ്ട പൈസ വേണ്ട പൈസ കൊടുക്കല്ലേ. പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ചോർക്കി നോക്കിയേ. ഇത് ഏത് ജാതി? വല്ലാത്തിയത് അല്ലേ? കൂട്ടുകാരെ തമ്പാക്കും ഇതൊക്കെ പല്ലിന്റെ ഇടയിലും ചുണ്ടിന്റെ ഇടയിലൊക്കെ കുത്തി തിരിയിട്ട് പ്ലേക്ക് പിടിച്ച് കുത്തിയിരുന്നിട്ട് വാക്യൂം ക്ലീനറോട് ക്ലീൻ ചെയ്യണ നോക്കിയ പല്ല്. വല്ലാത്തിയതില്ലേ? അപ്രകൃതിദത്തമായ പല്ലിന്റെ അവസ്ഥ നോക്കിയേ. ഞാൻ എങ്ങനെ ഇതിനൊന്നും വർണ്ണിക്കും ഈ പല്ലുകളെ? നിങ്ങൾ വർണ്ണിക്കുക, അതാണ് നല്ലത്. വല്ലാത്തിയതി തന്നെ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. കൂട്ടുകാരെ പ്രണയിനുമായി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. അച്ഛനും അമ്മയും കയ്യോടെ പിടിച്ച് വിവാഹ നിശ്ചയം അങ്ങ് നടത്തി കൊടുത്ത് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. പൂക്കി അച്ഛനും അമ്മയല്ലേ. ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് അച്ഛനും അമ്മയും പോണോടത്തൊക്കെ നിങ്ങളുടെ പ്രണയിനെയും കൊണ്ടിരുത്തണ്ടട്ടാ. കേരളത്തിലെ അച്ഛനും അമ്മയാണ് വല്ലാത്തിയതികളാ. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായും പിടിച്ചിരുന്നോ? എന്നിട്ട് യക്ഷി വിളിക്കുമ്പോ കൂടെ പോയിക്കോളാം. അല്ല പിന്നെ ഇത്ര പേർക്ക് പേടിക്കാൻ ഇവര് മാത്രം എന്താ പേടിച്ചോ? അവനെ യക്ഷി പിടിച്ചോളൂ. കൂട്ടുകാരെ ഈ ഒരു വീഡിയോ നോക്കൂട്ടോ. തനിക്ക് അവസരം ഉണ്ടായിട്ടും തന്റെ കൂട്ടുകാരനെ ഒട്ടകത്തിന്റെ മേലെ കയറ്റിയിരുത്താണ് അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാണ്. ഇതുപോലുള്ള കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കണം. അവരൊരിക്കലും കൈവിടില്ല. കൂട്ടുകാര് കൈവിട്ടില്ലേലും ഒട്ടകം കൈവിടും. വല്ലാത്തിയതി. കൂട്ടുകാരെ നിങ്ങൾ പൂജാരി ഈ അപ്പച്ചന് ഈ വയസ്സാം കാലത്ത് എന്തിന്റെ കേടാണ് കല്യാണം കഴിക്കണേന്ന്? അതൊന്നല്ല, ഒരു മഴ പെയ്തപ്പോ ഈ ചേച്ചിയുടെ വീട്ടിലൊന്ന് കേറിയുന്നതാ. പിന്നെ കെട്ടടാ താലി കൊട്ടടാ മേളെന്നാ കേട്ടത്. അങ്ങനെ അപ്പച്ചൻ വല്ലാത്തിയതാ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കൂട്ടുകാരെ ഭർത്താവും ഭാര്യയും തല്ലൂടിയിട്ട് ഭാര്യ നേരെ കിണറ്റിക്ക് എടുത്ത് ചാടിട്ടോ. പിന്നാലെ നേരെ ഭർത്താവ് എടുത്ത് ചാടി. സ്നേഹമുള്ള ഭർത്താവാട്ടോ. ഒരിപ്പോളെ ചത്തു അതിനെ രണ്ടും. വല്ലാത്തിയതിയാണ്. പക്ഷേ നിങ്ങൾ ഇത്രയും നന്നാക്കുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? കൂട്ടുകാരെ അമ്മായിക്ക് പോത്തും കാല് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഭർത്താവ് പറ്റിച്ചിട്ടോ. അതിന്റെ പ്രതിഷേധമായിട്ട് അങ്ങാടി പോയിട്ട് ശരിക്കുള്ള പോത്തിന്റെ കാല് പിടിച്ച് തിന്ന. വല്ലാത്തിയതി അമ്മായി. ചെറുപ്രായത്തിൽ തന്നെ മേക്കപ്പിനോട് ലേശം കമ്പം കൂടിപ്പോയി. നോക്കിയേ ദാ കിടക്കുന്ന അച്ഛനെ മേക്ക് ഓവർ ചെയ്ത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ ആക്കിയില്ലേ? വല്ലാത്തിയതി തന്നെ. ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആര്? ഈ കൊട്ടാരത്തിലെ പിഞ്ചോമന. കൂട്ടുകാരെ നിങ്ങൾക്ക് നടുവേദന ഉണ്ടെങ്കിൽ ഒരിക്കലും കെയർലെസ് ആയി വീട്ടിലിരിക്കരുത് കേട്ടോ. നേരെ ഹോസ്പിറ്റലിൽ വേണ്ട. ആദ്യം ചൂടുവെള്ളം പിടിക്കണതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വല്ലാത്തിയതിയോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.